കാസർഗോഡ് മുള്ളേരിയയിൽ ട്രാൻസ്ഫോമറിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. മുള്ളേരിയ പൂത്തപ്പലം സ്വദേശി ബിഷറുൽ ഹാഫിയാണ് പരിക്കേറ്റിരിക്കുന്നത്. കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് ഷോക്കേറ്റത്. രണ്ട് കൈ അതിൻ്റെ ബേലിയിൽ കാലുണ്ടായി കഴിഞ്ഞിട്ട് അതിനെ ഞാൻ വേറെടുത്തിട്ട് വേറിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് ആക്കി. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ രണ്ട് പണിക്കാർ വന്നിട്ട് അവനെ താങ്ങി പിടിച്ചിട്ട് മുറ്റത്ത് കടത്തിയിട്ട് നെഞ്ഞിക്ക് ഇത് കൊടുത്തത്. കാമണിക്കൂർ കഴിഞ്ഞു ബോധം വരുമ്പോൾ. ഓനെ ഞാൻ കേൾക്കുമ്പോൾ പറയുന്നു ഞാൻ കല്ലിൽ നിന്നിട്ടുണ്ടായി. അവനെ കയ്യിൽ ഞാൻ കല്ലെറിഞ്ഞ ചെറിയവനെ. അപ്പോൾ കല്ലെറിയുമ്പോൾ എൻ്റെ കൈ തട്ടിയിട്ടാകുമ്പോൾ ഞാൻ ജാറിയിട്ട് പോണേന്നു. റോഡ് സൈഡാണ്, വീടുകൾ ചുറ്റുഭാഗത്തുണ്ട്. പലപ്പോഴും മഴകളും ഇടിയും എല്ലാം വരുമ്പോൾ തീയൊക്കെ പാറാറും സ്വാഭാവികമാണ്. 100ലധികം വിദ്യാർത്ഥികൾ സദാസമയം അവിടെ സംഗമിക്കുന്ന സ്ഥലമാണ്. ഒന്ന് മദ്രസ അടുത്തുണ്ട്, മറ്റൊന്ന് സ്കൂളിലേക്ക് പോകുന്ന ബസ് നിൽക്കുന്ന അവിടെ തന്നെയാണ്. ഇവിടെ ഒന്നുമില്ല, ഒരു പഴയൊരു ബേലിക്കെട്ടാണുള്ളത്, അതും പൊളിഞ്ഞു വീണ്ടാണുള്ളത്. ഷഫീഖ് നസ്രുള്ള ചേരുന്നു. ഷഫീഖ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? കാസർഗോഡ് മുള്ളേരിയയിലാണ് ട്രാൻസ്ഫോമറിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കുണ്ടായത്. ഇന്നലെ രാവിലെ കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനിടയിലാണ് കുട്ടിക്ക് ഷോക്ക് ഏൽക്കുന്നത്. പിന്നീട് ഈ കളിക്കുന്ന കുട്ടികൾ വീട്ടിൽ അറിയിച്ചതിന് ശേഷം അമ്മ എത്തിയാണ് ഈ കുട്ടി അവിടെ വീണ് കിടക്കുകയായിരുന്നു, ബോധമുണ്ടായിരുന്നില്ല. അമ്മ ഒരു മരക്കൊമ്പെടുത്ത് ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന കമ്പി മാറ്റിയതിനു ശേഷം പുറത്തെടുക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ആണ് പ്രാഥമിക ശുശ്രൂഷ നൽകി മുള്ളേരിയയിലെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീടാണ് കാസർകോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോൾ അവിടെ ചികിത്സയിലാണുള്ളത്. കൈ പൂർണ്ണമായും പൊള്ളലേറ്റിട്ടുണ്ട്. കൂടുതൽ ദിവസം ചികിത്സയിൽ തുടരേണ്ടി വരും എന്നാണ് ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ വീടിനോട് ചേർന്ന് റോഡിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് ഈ ട്രാൻസ്ഫോമർ ഉള്ളത്. ട്രാൻസ്ഫോമറിന് സുരക്ഷാ വേലി ഒരുക്കിയിട്ടില്ല. 5 വർഷം മുൻപ് തന്നെ നാട്ടുകാർ ഇതിന്റെ സുരക്ഷാ വേലി ഒരുക്കണം, സുരക്ഷ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു KSEBിക്ക്. മുള്ളേരിയ സെഷന് കീഴിലാണ് ഈ KSEBയുടെ ട്രാൻസ്ഫോമർ ഉള്ളത്. എന്നാൽ അതിന്റെ സുരക്ഷ ഇതുവരെയും ഉറപ്പ് വരുത്തിയിട്ടില്ല. കുട്ടികൾക്ക് കയ്യെത്താവുന്ന ദൂരത്തിലാണ് ഈ ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസുകൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം കളിക്കുന്നതിനിടയിൽ ഇങ്ങനെ അബദ്ധത്തിൽ കൈ തട്ടുകയും ഷോക്കേൽക്കുകയുമാണ് ചെയ്തത്. ആ കുട്ടി വീണ് കിടക്കുന്നത് കണ്ടു. 15 മിനിറ്റോളം ബോധക്ഷയം ഉണ്ടായിരുന്നു. പിന്നീട് തൊട്ടടുത്തുണ്ടായിരുന്ന തൊഴിലാളികൾ എത്തിയാണ് പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകി ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോൾ കാസർകോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. കൂടുതൽ ദിവസം വേണ്ടിവരും എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഒരു കൈ പൂർണ്ണമായും പൊള്ളിയ നിലയിലാണ് ഇപ്പോഴുള്ളത്.